നാടൊട്ടാകെ ഇപ്പോൾ ജൈവ കൃഷി തരംഗമായി മാറിയിരിക്കുകയാണ്. സർക്കാരിന്റെ പ്രവർത്തന ഫലമായി നഗരങ്ങളിലും പഞ്ചായത്തുകളിലും വിദ്യാലയങ്ങളിലുമെല്ലാം ഇന്ന് പച്ചക്കറികളാൽ സമ്പന്നമായിരിക്കുന്നു. ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് റോഡ് അരികുകളിലും തെരുവോരത്തും പൊതുസ്ഥലത്തുമെല്ലാം കായ്കറികളുടെ വിപണനം മറ്റൊരു കാലത്തും ഇല്ലാത്ത ഓണക്കാഴ്ചയായി മാറിയിരുന്നു. കൃഷിഭവനുകളുടെ ഒത്താശയോടുകൂടി കുടുംബശ്രീയും കർഷക കൂട്ടായ്മകളും മറ്റ് സംഘടനകളുമെല്ലാം സജീവമായി പ്രവർത്തിച്ചതിന്റെ ഫലമായിരുന്നു ഇത്. സമ്പൂർണ്ണ ജൈവകൃഷി സംസ്ഥാനമാക്കാൻ തയ്യാറെടുക്കുന്ന കേരളത്തിന് അതിന് സഹായകരമായ നിരവധി പദ്ധതികളാണ് കൃഷിവകുപ്പ് നടപ്പാക്കുന്നത്. ഇത്തരം പദ്ധതികളാണ് ഈ രംഗത്തിന് മുന്നേറ്റം കുറിക്കാൻ സഹായകരമായത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വിഷലിപ്തമായ പച്ചക്കറികൾ കഴിച്ചുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ജനങ്ങളെ ഇത്തരം വഴിത്തിരിവിന് പ്രേരകമാക്കിയത്. രാസവളങ്ങളെയും രാസകീടനാശിനികളെയും പാടെ ഒഴിവാക്കി പ്രകൃതിദത്തമായ മാർഗങ്ങൾ അവലംബിച്ചുള്ള സമ്പ്രദായമാണ് ജൈവകൃഷി. ഇത് മനുഷ്യനും പ്രകൃതിയും ജീവജാലങ്ങളുമായുള്ള അടുപ്പത്തിന്റെ മറ്റൊരു മുഖം കൂടിയാണ്. അനിയന്ത്രിതമായ രാസകൃഷി വഴിയുള്ള പരിസ്ഥിതി ആഘാതങ്ങളെയും ആരോഗ്യ ഭീഷണിയെയും കുറിച്ച് കർഷകർ കൂടുതൽ ബോധവാന്മാരായി എന്നതാണ് ഈ സംരംഭം വിജയപ്രാപ്തിയിലെത്താൻ കാരണമായത്. വലിയ കൃഷിത്തോട്ടം മുതൽ സമൂഹത്തിന്റെ അടിസ്ഥാന ഏകകമായ കുടുംബങ്ങളും ഇന്ന് ജൈവകൃഷിയുടെ പാത പിന്തുടരുവാൻ തയ്യാറായിരിക്കുന്നു. വീടുകളിലും വിദ്യാലയങ്ങളിലും സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ദിനചര്യയായി മാറ്റിയതും രാസസ്പർശമില്ലാത്ത ജൈവരീതിയിൽ വിളയിച്ചെടുത്ത പച്ചക്കറികളുടെ വിളവെടുപ്പ് പ്രാദേശിക ഉത്സവങ്ങളായി ആഘോഷിച്ചതുമെല്ലാം ഒരു വലിയ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ചെറിയ ചുവടുവയ്പ്പുകളായിരുന്നു. ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ വിളയിക്കുന്ന പച്ചക്കറി തോട്ടങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് നാടിന് ഒഴിച്ചുകൂടാനാവാത്തതായി മാറി. ഇത്തരത്തിൽ ഒരു കൂട്ടായ്മയുടെ വിജയപ്രാപ്തിയാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടത്തിയ കാവിൻപുറം വാർഡിലെ ജൈവ പച്ചക്കറി കൃഷി. റബ്ബർ വെട്ടിമാറ്റിയ ശേഷം തരിശായി കിടന്ന അംഗനവാടിക്ക് സമീപമുള്ള 1.5 ഏക്കർ കുന്നിലാണ് കൃഷി ഓഫീസറുടെയും വാർഡ് മെമ്പറുടെയും നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടത്. 12 വനിതകൾ ഉൾപ്പെട്ട സംഘശക്തി ഗ്രൂപ്പിനാണ് ഈ സ്ഥലം പാട്ടത്തിനെടുത്ത് നൽകിയത്. സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കാവിൻപുറത്തെ ഭൂരിഭാഗവും കർഷക തൊഴിലാളികളാണ്. സ്ത്രീകൾ ഉൾപ്പെടെ അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്നവരും. മിക്ക സ്ത്രീകളും തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളുമാണ്. എൻ്റെ വാർഡിൽ താമസിക്കുന്ന സാധാരണ പാവപ്പെട്ട ആളുകളും ദരിദ്ര ഇടത്തരം കർഷകരും കൃഷിക്കാരും ഒക്കെയാണ്. അപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ബന്ധപ്പെട്ടുകൊണ്ട് പൊതു ഇടങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ വിവിധങ്ങളായിട്ടുള്ള കൃഷിയും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പ്രദേശത്ത് കാവുംപുറം വാർഡിൻ്റെ അംഗനവാടി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് 1 ഏക്കർ സ്ഥലം സലീം എന്ന ഒരാളുടെ സ്ഥലം റബ്ബർ മുറിച്ച് തരിശായി കിടക്കുന്ന സ്ഥലമായിരുന്നു. ആ പുള്ളി ചെന്ന് കാണുകയും അദ്ദേഹം സമ്മതം തരികയും ഈ 1 വർഷക്കാലത്തേക്ക് കൃഷി നടത്താൻ വേണ്ടി പാട്ടത്തിന് തരികയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളിൽ നിന്ന് 12 പേരെ ഉള്ള സ്ത്രീകളെ തെരഞ്ഞെടുത്തുകൊണ്ട് അന്ന് സംഘശക്തി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് ഞങ്ങളിവിടെ തരിശു ഭൂമിയിൽ ജൈവ കൃഷി നടത്താൻ വേണ്ടി തീരുമാനിച്ചു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ല അനുഭവമാണ്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ 21 വാർഡുകളിൽ തുടക്കം കുറിച്ചത് ഇവിടെയാണ്. ഇതിനുശേഷം മറ്റ് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ആരംഭിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ഈ ജൈവ പച്ചക്കറി 100% ആർക്കും എവിടെയും പരിശോധിക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള 100% ജൈവ പച്ചക്കറി ജൈവ വളങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കുന്നിൻപുറത്തെ കൃഷിക്ക് വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പ് സ്ത്രീകളാണ് നടത്തിയത്. കീഴ്ക്കാം തൂക്കായ ഈ സ്ഥലം ആദ്യം കളകൾ വെട്ടിമാറ്റി ചെറുതടകളും വരമ്പുകളും ഉണ്ടാക്കി. തുടർന്ന് ഓരോ ഇനം പച്ചക്കറികൾക്കും വേണ്ടുന്നതായ സ്ഥലവും കൃഷിമുറകളും കൃഷി ഓഫീസറും കൃഷി അസിസ്റ്റന്റുമാരും പറഞ്ഞുകൊടുത്തു.
അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൃഷിഭവനിൽ നിന്നും നൽകിയ വിത്തുകൾ കൊണ്ട് കൃഷി ആരംഭിച്ചു. അടിവളമായി ചാണകം, കോഴിവളം, പച്ചിലവളം എന്നിവ ചേർത്തു. വെണ്ട, തക്കാളി, തൊണ്ടൻമുളക്, ചീര, പടവലം, പാവൽ, പയർ, മത്തൻ, കത്തിരി, കുമ്പളം, വഴുതിന, വെള്ളരി തുടങ്ങിയ ഒട്ടുമിക്ക പച്ചക്കറികളും ഇവർ ചിട്ടയോടെ കൃഷി ചെയ്യുന്നു. ജലദൗർലഭ്യമുള്ള ഈ പ്രദേശത്ത് കൃഷിക്കുള്ള വെള്ളം സമീപത്തെ കിണറ്റിൽ നിന്നും കോരി കുടങ്ങളിൽ നിറച്ച് ചുമടായി കൊണ്ടുവന്നാണ് ഓരോ ചെടികളെയും നനച്ചു വളർത്തുന്നത്. കൃഷി ഉദ്യോഗസ്ഥന്മാരുടെ അടിക്കടിയുള്ള സന്ദർശനവും സാങ്കേതിക ഉപദേശങ്ങളും ഇവർക്ക് കരുത്തു പകർന്നു. മൊട്ടക്കുന്നിൽ തങ്ങളുടെ കൃഷി വളർന്ന് പൂവിട്ട് കായ്ച്ചപ്പോൾ കന്നിക്കൃഷിയിൽ വിജയം കണ്ട സന്തോഷത്തിലാണ് ഇവിടുത്തെ വനിതകൾ. ആദ്യം ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങളിതിൽ വിജയിക്കുമെന്ന്. പക്ഷെ ഞങ്ങളുടെ വാർഡ് മെമ്പറും ഞങ്ങളുടെ കൃഷിഭവൻ്റെ ഉദ്യോഗസ്ഥരും തന്ന ഒരു പിൻബലത്തിലാണ് ഞങ്ങൾ 12 പേര് ഇതിലേക്ക് ഇറങ്ങിയത്. പക്ഷെ തുടക്കത്തിൽ എല്ലാവരോടും പറഞ്ഞപ്പോൾ ആർക്കും പണം ചെലവഴിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്മാറിയില്ല. സാറിൻ്റെയൊക്കെ അനുവാദത്തോടെ എൻ്റെ വാർഡ് മെമ്പറിൻ്റെ അനുവാദത്തോടും കൂടി നിങ്ങൾ തുടങ്ങുക, ഞങ്ങൾ പിന്നിലുണ്ടെന്ന് തന്ന ബലത്തിൽ ഞങ്ങൾ 12 പേര് ഈ നിലയ്ക്ക് എത്തി. രോഗനിയന്ത്രണത്തിനും ചെടികളുടെ ത്വരിത വളർച്ചയ്ക്കും PGPR എന്ന മിത്ര സൂക്ഷ്മാണുവളം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് വൈകുന്നേരങ്ങളിൽ ഇലകളിൽ തളിക്കും. ചാഴി, മുഞ്ഞ, തണ്ടുതുരപ്പൻ പുഴുക്കൾ എന്നിവയുടെ ആക്രമണം തടയാൻ 20 ഗ്രാം ബിവേറിയ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടി മുഴുവനായും തളിക്കും. മഞ്ഞളിപ്പ് രോഗം, വാട്ടരോഗം, മുരടിപ്പ് ഇവ വരാതിരിക്കാൻ ഓരോ ചെടിക്കു ചുറ്റും മൈക്രോ ന്യൂട്രിയൻസ് 1 നുള്ള് വിതറി മണ്ണിളക്കി കൊടുക്കും. കായീച്ചകളെ കൊല്ലാൻ ഫെറമോൺ കെണിയും അവിടെവിടെയായി കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ജൈവ കീടനാശിനികൾ ഇടവേളകളിലാണ് തളിക്കുന്നത്. ഇതിനായി 60 ഗ്രാം ബാർ സോപ്പ് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുന്നു. ഈ ലായനി 1 ലിറ്റർ വേപ്പെണ്ണയിൽ ചേർത്തിളക്കി രണ്ടും യോജിപ്പിച്ച് 40 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിക്കുന്നു. അതിനുശേഷം ഓരോ ലിറ്റർ ലായനിക്കും 20 ഗ്രാം എന്ന തോതിൽ വെളുത്തുള്ളി നന്നായി അരച്ചു ചേർത്ത് അരിക്കുന്നു. ഈ ലായനി വേപ്പെണ്ണ മിശ്രിതത്തിൽ കലർത്തി ചെടികളിൽ തളിക്കും. $80 സെന്റിമീറ്റർ നീളം വരുന്ന ജപ്പാൻ ഇനമായ ബബ്ലി എന്ന നീളൻ പയർ ഇവിടെ സമൃദ്ധിയോടെ കായ്ച്ചു നിൽക്കുന്നു. 30 മുതൽ 35 എണ്ണം മതി 1 കിലോ ലഭിക്കാൻ. ഒരാൾ പൊക്കത്തിലുള്ള കൗമുദി പടവലം, 400 ഗ്രാം തൂക്കം വരുന്ന കത്തിരിക്ക, തൊണ്ടൻമുളക്, മുടിക്കോടൻ വെള്ളരിക്ക, വലിപ്പമേറിയ മായ എന്ന പാവൽ, സൽകീർത്തി വേണ്ട എന്നിവയെല്ലാം ഇവിടുത്തെ കൃഷി പ്രത്യേകതകളാണ്. തങ്ങൾ ഓമനിച്ചു വളർത്തുന്ന വിളകൾക്ക് നോക്കുകുത്തി അഥവാ കരിങ്കണ്ണ് പെടാതിരിക്കാൻ തോട്ടത്തിൽ അവിടെവിടെയായി കറുത്ത ചട്ടികളും നോക്കുകുത്തിയായി കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വിഷരഹിത കൃഷി കാണുവാനും പച്ചക്കറികൾ വാങ്ങുവാനും ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. മിച്ചമുള്ളവയെല്ലാം അടുത്തുള്ള സ്വാശ്രയ വിപണിയിലാണ് വിറ്റഴിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളായ ഇതിലെ തൊഴിലാളികൾ അതിരാവിലെയും പണി കഴിഞ്ഞ് വൈകുന്നേരങ്ങളിലുമാണ് ഇവിടുത്തെ കൃഷിപ്പണികൾ നടത്തുന്നത്. കൃഷിച്ചെലവിനുള്ള തുക കണ്ടെത്താൻ സ്വന്തം ആഭരണം പണയപ്പെടുത്തി മുന്നിട്ടിറങ്ങിയ വനിതയാണ് ഭീമ ബീവി.
ഇന്ന് ഞങ്ങളെ നോക്കി എല്ലാവരും, ചാനലിൽ നിന്ന് മാത്രമല്ല ഈ നാട്ടിലെയും ഈ കാട്ടാക്കട പഞ്ചായത്തിലെ എല്ലാവർക്കും ഞങ്ങളെക്കുറിച്ചൊരു അഭിമാനമാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഈ നിലയ്ക്ക് എത്തിയതിൻ്റെ കാരണം പൈസ ഇല്ലെങ്കിൽ എൻ്റെ സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന് പണയം വെച്ചൊക്കെയാണ് ഞങ്ങൾ ഇതിലോട്ട് ഇറങ്ങിയത്. കുറച്ച് പലിശയ്ക്കും കൂടെ എടുത്ത് ഞങ്ങളിതിൽ വിജയിക്കും എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ വാർഡ് മെമ്പറും ഞങ്ങളുടെ കൃഷി ഓഫീസർമാരും ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നിടത്തോളം ഞങ്ങളിത് പിന്മാറി പോകില്ല. ഞങ്ങൾ കാവൻപുറം വാർഡ് മാതൃകയാക്കിക്കൊണ്ട് കാട്ടാക്കട പഞ്ചായത്തിലെ എല്ലാവരും ഇതിലോട്ട് വരികയും ചെയ്യാമെന്നുള്ളൊരു താല്പര്യം ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് ഞങ്ങളെ കണ്ട്. ഈ വിളവെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത കൃഷിക്കുള്ള ചുവടുവയ്പുമായി മുന്നേറുകയാണ് കാവിൻപുറത്തെ സ്ത്രീ സംഘശക്തി. ഇത്തരം കർഷക കൂട്ടായ്മകൾ തീർച്ചയായും മാതൃകാപരമാണ്. പ്രോജക്ട് അധിഷ്ഠിത സ്ഥാപന പച്ചക്കറി കൃഷിയും കാട്ടാക്കട കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. മംഗലക്കൽ വാർഡിൽ കുളത്തോട്ടു മലയിൽ പ്രവർത്തിക്കുന്ന 20 അന്തേവാസികളുള്ള വൃദ്ധസദനത്തിലെ 1.5 ഏക്കർ സ്ഥലത്താണ് ഈ പദ്ധതിയുടെ ഭാഗമായി ജൈവ കൃഷി നടത്തുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടെ കാട് തെളിച്ച് ആദ്യ കൃഷിപ്പണികൾ നടത്തി. പിന്നീടുള്ള പരിചരണങ്ങൾ മുഴുവൻ അന്തേവാസികളെ കൊണ്ടാണ് നടത്തിക്കുന്നത്. മരച്ചീനി, വഴുതിന, വെണ്ട, ചീര, വാഴ, തെങ്ങ് ഇവയാണ് ഇവിടുത്തെ കൃഷി. ഇതിലെ വിളവ് വൃദ്ധസദനത്തിലെ ആവശ്യം കഴിഞ്ഞ് മിച്ചം വരുന്നവ വിറ്റ് ഗുണഭോക്തൃ സമിതി ഫണ്ട് സ്വരൂപിക്കുകയാണ് ലക്ഷ്യം. 2015 പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് കാട്ടാക്കട കൃഷി ഓഫീസ് ഒരു പ്രോജക്റ്റ് സമർപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അത് POEക്ക് കൊടുക്കുകയും അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് സാങ്ഷനായി വന്നതിന് ശേഷമാണ് ഈ പ്രോജക്റ്റ് ഇവിടെ പ്രാവർത്തികമാക്കിയത്. ഇവരുടെ കൂട്ടായ പരിശ്രമം ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഇവർക്ക് മാനസികോല്ലാസത്തിനും ആത്മസംതൃപ്തിക്കും വഴിവെക്കുന്നു. കൊറ്റമ്പള്ളിയിലുള്ള മറ്റൊരു ജൈവ കർഷകനാണ് മോഹൻകുമാർ. 2.5 ഏക്കറിൽ മരച്ചീനി, നേന്ത്രവാഴ, പാവൽ, പയർ, വെള്ളരി, ചീര എന്നിവയെല്ലാം ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ജൈവ കൃഷിക്ക് കരുത്തേകാൻ പശുക്കളുടെയും ആടിന്റെയും കോഴികളുടെയും കാഷ്ടമാണ് ഉപയോഗിക്കുന്നത്. ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് ഇവിടുത്തെ ജൈവ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ പ്രിയമായിരുന്നെങ്കിലും പ്രത്യേകമായ വില ലഭിക്കുന്നില്ലെന്ന പരാതി മോഹനുണ്ട്. വരും നാളുകളിൽ ജൈവ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക പരിഗണനയും വിലയും ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ജൈവ കൃഷി തന്നെ തുടർന്നും ചെയ്യുമെന്നും മോഹനൻ പറയുന്നു. വിദ്യാലയങ്ങളിൽ കാർഷിക അവബോധം വളർത്തുവാനും കുഞ്ഞു മനസ്സിൽ കൃഷി താൽപര്യം ഉണ്ടാക്കുവാനും ഉതകുന്ന കൃഷി പദ്ധതികളും കാട്ടാക്കട കൃഷിഭവൻ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി കാട്ടാക്കട പൊന്നര ശ്രീധർ മെമ്മോറിയൽ LP സ്കൂളിലും പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട്. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ അധ്യാപകരുടെ നേതൃത്വത്തിൽ പയർ, വെണ്ട,
മുളക്, ചീര, വഴുതിന, പാവൽ, തക്കാളി, മരച്ചീനി എന്നിവയും കൃഷി ചെയ്യുന്നു. ഇവിടെ നിന്നും വിളവെടുക്കുന്ന പച്ചക്കറികളെല്ലാം തന്നെ ഉച്ചഭക്ഷണത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാട്ടാക്കട കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ ജൈവ കൃഷി സംരംഭങ്ങൾക്കും വിത്തും ജൈവ കീടനാശിനികളും സാങ്കേതിക സഹായങ്ങളും നൽകുന്നത് കൃഷി ഓഫീസർ KG മനുവും അസിസ്റ്റന്റുമാരായ രാജൻ, ജയചന്ദ്രൻ എന്നിവരുമാണ്. 2015-16 വർഷം ജൈവ പച്ചക്കറി കൃഷി വികസനത്തിനായിട്ട് നിരവധി പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് ജനകീയ ആസൂത്രണത്തിൽ പെടുത്തിയായാലും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് പദ്ധതികളിലായാലും ഇതിനു വേണ്ടിയിട്ട് വളരെ കാര്യക്ഷമമായ ഒട്ടേറെ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ജൈവ കൃഷികൾ നമ്മൾ ഫീൽഡുകളിൽ നടപ്പിലാക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നവരെല്ലാം ഭക്ഷ്യോൽപ്പന്ന പ്രക്രിയയിൽ പങ്കാളികളാകുക എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. സുദീർഘമായ ഒരാഗ്രഹ പൂർത്തീകരണത്തിന് തയ്യാറെടുക്കുകയാണ് കേരളം. നാളിതുവരെ തുടർന്ന കൃഷി സമ്പ്രദായത്തിൽ നിന്നും വ്യത്യസ്തമായി മണ്ണിനെയും പ്രകൃതിയെയും മനുഷ്യരെയും ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന സമ്പൂർണ്ണ ജൈവ കൃഷിയിലേക്കുള്ള ഒരു ചുവടുമാറ്റത്തിന്റെ നാന്ദി കൂടിയാണ് ഇത്തരം കാർഷിക പ്രവർത്തനങ്ങൾ. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൾ നിലങ്ങളിലേക്ക് സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റുമായി വെറ്ററിനറി യൂണിവേഴ്സിറ്റി. ടെറസിലെ പച്ചക്കറി കൃഷിക്ക് ഗ്രോ ബാഗുകൾ സബ്സിഡി നിരക്കിൽ. തൃശൂർ ജില്ലയിലെ കോൾ നിലങ്ങളിൽ കൃഷി അനുബന്ധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റി വിവിധ സ്റ്റാർട്ടപ്പ് പ്രോജക്ടുകൾക്ക് തുടക്കമിടുന്നു. മൃഗസംരക്ഷണ മേഖലയിൽ പാൽ, മുട്ട, ഇറച്ചി തുടങ്ങി ജൈവ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അവ വിപണനം ചെയ്യുന്നതിനും കർഷകരെ സഹായിക്കുന്നത് ലക്ഷ്യമിട്ടാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രം അടുത്ത മാസം 4 കാർഷിക വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. ഒക്ടോബർ 5-ന് വിവിധ കമ്പോസ്റ്റ് നിർമ്മാണ രീതികൾ, ഒക്ടോബർ 6-ന് ജൈവ കീടരോഗ നിയന്ത്രണ ഉപാധികളുടെ ഉൽപാദനം, 7-ാം തീയതി കണിക ജലസേചന രീതികൾ, 8-ന് കൂൺ കൃഷി എന്നിങ്ങനെയാണ് ഏകദിന പരിശീലനങ്ങൾ. ഓരോ വിഷയത്തിനും ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് പ്രവേശനം നൽകും. പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487237585.
കൃഷി വകുപ്പ് നടപ്പിലാക്കി വരുന്ന സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി ടെറസിലെ പച്ചക്കറി കൃഷിക്കായി ഗ്രോ ബാഗുകൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തുവരുന്നു. 4 മുതൽ 6 ഇന പച്ചക്കറി തൈകളോട് കൂടിയ 25 ഗ്രോ ബാഗുകൾ 500 രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത്. താൽപര്യമുള്ളവർ അതത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. മലപ്പുറം ജില്ലയിലെ കോഡൂർ ഗ്രാമപഞ്ചായത്തിൽ കാർഷിക കർമ്മസേനയിൽ അഗ്രികൾച്ചർ ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നു. 18നും 45നും മധ്യേ പ്രായമുള്ള കായികക്ഷമതയുള്ള യുവതീ യുവാക്കൾക്ക് അപേക്ഷ സമർപ്പിക്കാം. കോഡൂർ കൃഷിഭവനിൽ ഈ മാസം 18-ാം തീയതി വരെ അപേക്ഷ സ്വീകരിക്കും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 048328000230 9446055735. മൈസൂരിലെ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കരിമ്പിൻ ജ്യൂസ് കേട് കൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ വികസിപ്പിച്ചു. കുപ്പിയിൽ തയ്യാറാക്കി വയ്ക്കുന്ന കരിമ്പിൻ ജ്യൂസ് 6 മുതൽ 9 മാസം വരെ കേട് കൂടാതെ സൂക്ഷിക്കാൻ ഈ സാങ്കേതികവിദ്യയിലൂടെ കഴിയും. സാങ്കേതികവിദ്യയ്ക്കുള്ള പേറ്റന്റ് അപേക്ഷ CFTRI സമർപ്പിച്ചിട്ടുണ്ട്. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം ജൈവ കർഷകർക്ക് പ്രയോജനകരമായ ഫിഷലൈസർ എന്ന ജൈവവളം വികസിപ്പിച്ചു. മത്സ്യാവശിഷ്ടം ചകിരിച്ചോറുമായി ചേർത്തുണ്ടാക്കുന്ന ഈ ജൈവവളം ചെടികളുടെ വളർച്ചയും പൂവിടലും കായുണ്ടാകലും ത്വരിതപ്പെടുത്തും. കൂടുതൽ വിവരങ്ങൾക്ക് എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 048422777220. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ആടുകളുടെ പരിപാലനം എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 17-ന് കർഷകർക്കായി പരിശീലനം നൽകുന്നു. ആട് ഫാമുകളുടെ നിർമ്മാണം, നടത്തിപ്പ്, ആടുകളുടെ പ്രജനനം, തീറ്റക്രമം, ആട്ടിൻപാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയെക്കുറിച്ച് പരിശീലനത്തിൽ ക്ലാസുകളുണ്ടായിരിക്കും. കർഷകർക്ക് മുൻകൂറായി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ഫീസ് 500 രൂപയാണ്. ഫോൺ നമ്പറുകൾ 0487237073 9061297512. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 11,400 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 12,500 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 11,400 രൂപ, കൊപ്ര കൊച്ചി 7,740 രൂപ, കൊപ്ര കോഴിക്കോട് 7,900 രൂപ, കൊപ്ര തൃശൂർ 7,760 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 63,200 രൂപ, കുരുമുളക് ഗാർബിൾഡ് 66,200 രൂപ. ചുക്ക് മീഡിയം 20,000 രൂപ, ചുക്ക് ബസ്റ്റ് 21,500 രൂപ, മഞ്ഞൾ സേലം 7,700 രൂപ, മഞ്ഞൾ ഈറോഡ് 8,000 രൂപ, അടയ്ക്ക പുതിയത് 21,500-നും 25,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 10,900 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11,350 രൂപ, കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 10,900 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11,300 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ 11,400 രൂപ, കൊപ്ര 7,675 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 63,200 രൂപ, കുരുമുളക് ഗാർബിൾഡ് 66,200 രൂപ. ചുക്ക് മീഡിയം 20,000 രൂപ, ചുക്ക് ബസ്റ്റ് 21,500 രൂപ, അടയ്ക്ക പുതിയത് 21,500-നും 25,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180-നും 225-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 325-നും 410-നും മധ്യേ, ജാതിപത്രി കിലോഗ്രാമിന് 600-നും 925-നും മധ്യേ, ഗ്രാമ്പു കിലോഗ്രാമിന് 800 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 10,900 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11,350 രൂപ, ഒട്ടുപാൽ 7,200 രൂപ, ലാറ്റക്സ് 8,000 രൂപ. കമ്പോള അവലോകനം. അല്പം തളർച്ചയിലാണെങ്കിലും ദീപാവലി അടുക്കുന്നതോടെ നിരക്ക് മെച്ചപ്പെടുമെന്ന വിശ്വാസത്തിലാണ് കാർഷിക മേഖല. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വിളവെടുപ്പ് പുരോഗമിക്കുന്നു. മില്ലുകാർ വെളിച്ചെണ്ണ നീക്കം നിയന്ത്രിച്ചാൽ വില തകർച്ചയെ താൽക്കാലികമായി പിടിച്ചു നിർത്താനാവും. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നിരക്ക് താഴ്ന്നത് മുൻനിർത്തി കർഷകർ വിൽപ്പന തോത് കുറച്ചു. കഴിഞ്ഞ വാരം കുരുമുളക് വില കിലോ 110 രൂപ കുറഞ്ഞിട്ടും ആഭ്യന്തര ആവശ്യം ഉയർന്നില്ല. അതേസമയം ഉത്സവ ദിനങ്ങൾ അടുക്കുന്നതോടെ ഉത്തരേന്ത്യയിൽ നിന്ന് മുളകിന് പുതിയ ഓർഡറുകൾ പ്രതീക്ഷിക്കാം. ചുക്ക് വിപണി ശൈത്യകാല ഡിമാൻഡിനെ ഉറ്റുനോക്കുകയാണ്. തണുപ്പിന് കാഠിന്യമേറിയാൽ ചുക്കിന് ആവശ്യം വർദ്ധിക്കും. മഞ്ഞൾ ജാതിക്ക വിലകളിൽ ഇന്ന് മാറ്റമില്ല. പുതിയ ഏലക്കയുടെ ലഭ്യത കനത്തത് മുൻനിർത്തി കർഷകർ കൂടുതൽ ചരക്ക് ലേലത്തിനിറക്കി.
പകൽ താപനില ഉയർന്നതോടെ റബ്ബർ മരങ്ങളിൽ നിന്നുള്ള ഈൽഡ് ചുരുങ്ങുകയാണ്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.9, 25.8. കൊച്ചി 31.6, 24.6. ആലപ്പുഴ 33.4, 26.2. പുനലൂർ 33, 22. തിരുവനന്തപുരം 33, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. ഇതാ വേറെന്തെങ്കിലും മതി. ഇതെന്താ ചേട്ടാ, ഇത്ര കുറച്ച് രാസവളം മതിയോ? കൃഷിപ്പണി വിടുവാണോ? കൃഷിപ്പണിയല്ല, വിവരക്കേട് വിടുകയാണ്. മണ്ണ് പരിശോധിപ്പിച്ചു. ഇനി മുതലാളി എത്ര വളം വേണോ അത്രയും മാത്രമേ വയലിലിടൂ. കർഷക സഹോദരരെ, ഇന്ന് തന്നെ ജില്ലയിലെ അടുത്തുള്ള ഭൂമി പരീക്ഷണ ലബോറട്ടറിയിൽ തീർച്ചയായും മണ്ണ് പരിശോധിപ്പിക്കുക. മണ്ണിൽ പോഷകതത്വങ്ങളും ഈർപ്പവും ചെറിയ വളർച്ചയും കണക്കിലെടുത്ത് ആവശ്യത്തിന് മാത്രം പോഷകതത്വം ചേർക്കുക. പിന്നെ മണ്ണിൽ സൾഫർ, സിങ്ക്, ബോറോൺ പോലുള്ള സൂക്ഷ്മ പോഷകങ്ങൾ ഉണ്ടോ എന്ന് നോക്കാനും മറക്കരുത്. രാസവളത്തിന്റെയും ജൈവവളത്തിന്റെയും ശരിയായ ഉപയോഗം വഴി ഭൂമിയുടെ വളക്കൂറ് നിലനിർത്തൂ, ഉൽപാദനം വർദ്ധിപ്പിക്കൂ, ചെലവ് കുറയ്ക്കൂ, വിലപ്പെട്ട വിദേശ നാണ്യം ലാഭിക്കാനും സഹായിക്കൂ. മന്ദഗതിയിൽ നൈട്രജൻ പുറത്തുവിടുന്ന രാസവളങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്ക് കലർന്ന യൂറിയ പോലുള്ളവയ്ക്ക് മുൻഗണന നൽകൂ. പിന്നെ ഇലകളിൽ യൂറിയ തളിക്കുക. അല്ല, ചേട്ടൻ ശരിക്കും ബുദ്ധിശാലി ആയാലോ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ജില്ലാ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കിസാൻ കോൾ സെന്റർ.